I'm on my periods. Your mental health you കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ you will get some my periods, it's okay. അടിപൊളി ആണെങ്കിൽ ഞാൻ ചുമ്മാ കരയും. Hey everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടൈറ്റിലും തംബ്നെയിലും ഒക്കെ കണ്ടതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. വീഡിയോ ഇസ് എസ്പെഷ്യലി ഫോർ വിമൻസ്. അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ വീഡിയോ കാണാം. ആക്ച്വലി ഐ എം ഓൺ മൈ പീരീഡ്സ്. സോ ഐ തോട്ട് ഈ ഒരു ടോപ്പിക് തന്നെ വീഡിയോ ആക്കാം. ഇത് ആക്ച്വലി 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത്. സോ ദിസ് പാർട്ട് ഇസ് അബൌട്ട് വാട്ട് ടു ഡു ഡ്യൂറിങ് യുവർ പീരീഡ്സ്, നിങ്ങളുടെ പീരീഡ്സിന്റെ റൂട്ടീൻ ആൻഡ് പെയിൻ മാനേജ്മെന്റ്. ഒബ്വിയസ്ലി ഈ ഒരു ടൈമിൽ മൂഡ് സ്വിങ്സും ഉണ്ടാവുന്ന ഒരു ടൈമാണ്. സോ നമ്മുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെ നോക്കാം എന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു പാർട്ട്. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വിത്തിൻ 4 or 5 days ഞാൻ സെക്കൻഡ് പാർട്ടും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. ആൻഡ് ഐ അഷ്വർ യു, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സംതിങ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. ആൻഡ് ഇൻ ദ എൻഡ് യു വിൽ താങ്ക് മീ. സോ എന്തായാലും ഈ വീഡിയോ മൊത്തം കാണുക. And without any further ado, let's get into the video. So first, one important thing I want to say is, periods എന്ന് പറയുന്നത് ഒരു ഡിസീസോ അല്ലെങ്കിൽ അസുഖമോ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ്സോ ഒന്നുമല്ല. അതൊരു നോർമൽ തിങ്. നമ്മുടെ എപ്പോഴും എല്ലാ മാസവും നമ്മുടെ ഹോർമോണൽ ചേഞ്ച് കാരണം ഉണ്ടാവുന്ന ഒരു ഫേസ് ആണ്. നമ്മുടെ ബോഡിയിൽ എക്സ്ട്രാ കെയറും റെസ്റ്റും ഒക്കെ വേണ്ട ഒരു ഫേസ് ആണ് ഈ ഒരു പീരീഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഡ്യൂറിങ് പീരീഡ്സ് നമുക്ക് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ആൻഡ് നമ്മുടെ എനർജി അങ്ങ് വല്ലാതെ അങ്ങ് ഡ്രോപ്പ് ആവുന്ന ഒരു ഫേസ്, ഒരു ടൈമും കൂടെയാണ്. ആൻഡ് നമ്മുടെ യൂട്ടേറിയൻ മസിൽസ് കോൺട്രാക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് നമുക്ക് പീരീഡ്സിന്റെ സമയത്ത് ക്രാംസ്, അബ്ഡോമിനൽ ക്രാംസ് ഉണ്ടാവുന്നത് ആൻഡ് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത്. സോ ഇതൊക്കെയാണ് വിച്ച് ഇസ് നോർമൽ. സോ ഡോണ്ട് ഫൈറ്റ് ഇറ്റ്, ജസ്റ്റ് സപ്പോർട്ട് യുവർ ബോഡി. ഇനി എങ്ങനെ നമ്മളുടെ ആ ഒരു മോർണിംഗ് റൂട്ടീൻ ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് നോക്കാം. The first thing is wake up slowly. നമുക്കറിയാം today is my periods day. So don't jump out your bed suddenly. Just ഒരു 2 to 3 minutes ഒന്ന് it's my periods, it's okay എന്നൊക്കെ പറഞ്ഞു ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്തിട്ട് get up from your bed. പിന്നെ എണീറ്റ ഉടനെ, കാരണം യൂഷ്വലി എല്ലാവർക്കും ദ ഫസ്റ്റ് ഡേ തന്നെ പെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. ഓക്കെ, പെയിൻ ഉണ്ടാവും. എനിക്കും യൂഷ്വലി ദ ഫസ്റ്റ് ഡേ ആണ് പെയിൻ ഉണ്ടാവുന്നത്. സോ ദ സെക്കൻഡ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? വാം വാട്ടർ കുടിക്കുക. സോ എണീറ്റ ഉടനെ അല്ലെങ്കിൽ ആ ഒരു ഡേ മൊത്തം, ആ ത്രൂ ഔട്ട് ദ ഡേ നിങ്ങൾ വാം വാട്ടർ മാത്രം സിപ്പ് ചെയ്ത് കുടിക്കും. സോ എന്റെ ആ ഡേയിൽ ഞാൻ ഉൾപ്പെടുത്തിയത് ജീരകം, ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ ഉലുവ, ഈ 3 സാധനവും ഞാൻ ഇട്ടിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് എനിക്ക് പറ്റുന്ന ഒരു ചൂടിൽ ഞാൻ കുടിക്കും ആ ഒരു വെള്ളം. സോ ആ ഒരു വെള്ളമായിരിക്കും ത്രൂ ഔട്ട് എൻ്റെ ആ ഒരു ദിവസത്തെ ഡ്രിങ്ക്. സോ അങ്ങനെ കുടിക്കുമ്പം നമ്മുടെ ബോഡി ഒന്ന് കാം ആവും, സൂത്തനിങ് ഇഫക്റ്റ് ആയിരിക്കും. നമ്മുടെ ക്രാംസ് റെഡ്യൂസ് ആവും, നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒന്ന് ഇൻക്രീസ് ആവും ആൻഡ് നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യും. ആൻഡ് നമ്പർ 3 ഇസ് ജെന്റിൽ മൂവ്മെന്റ്. പീരീഡ്സ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാതെ ഇരിക്കണം എന്നല്ല, യു ക്യാൻ മൂവ് യുവർ ബോഡി. ചെറുതായിട്ട് നടക്കുക, അല്ലെങ്കിൽ ചെറിയ സ്ട്രെച്ചസ് ചെയ്യുക, യോഗ ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ചില ആൾക്കാർക്ക് പെയിൻ ഒന്നും ഉണ്ടാവത്തില്ല, ഒരു യൂഷ്വൽ ഡേ പോലെ തന്നെയായിരിക്കും ആ ഒരു ദിവസം. അപ്പം ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഡെയിലി ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യും. ഐ നോട്ട് സെയിങ് വർക്ക്ഔട്ട് ചെയ്യരുത് എന്നല്ല, പക്ഷെ ഹെവി വർക്ക്ഔട്ട് അല്ലെങ്കിൽ ഹെവി കാർഡിയോ, സ്കിപ്പിംഗ്, ലോങ് റണ്ണിങ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, ജസ്റ്റ് ലൈറ്റ് ആയിട്ടുള്ള സ്ട്രെച്ചിങ്ങും വാക്കിങ്ങും ആൻഡ് യോഗ, ബ്രീത്തിങ് എക്സസൈസ് മാത്രം ചെയ്യുക. ഹെവി വർക്ക്ഔട്ട്സ് ടോട്ടലി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം ഡ്യൂറിങ് ദീസ് ഡേയ്സ്. സോ ഇനി ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഓഫ് മോസ്റ്റ് ഗേൾസ് ഇസ് പീരീഡ് പെയിൻ. പീരീഡ്സിന്റെ സമയത്ത് മിക്ക ആൾക്കാർക്കും പെയിൻ ഉണ്ടാവും. സോ എനിക്കും യൂഷ്വലി ദ ഫസ്റ്റ് ഡേ ആണ് എനിക്ക് പെയിൻ ഉണ്ടാവുന്നത്. ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞത് വാം വാട്ടർ. ഞാൻ ആ ഒരു ഡേ മൊത്തം ഈ ഒരു ജീരകവും ഉലുവയും ഒക്കെ ഇട്ട വെള്ളം ഞാൻ കുടിക്കും. പിന്നെ ചെയ്യുന്നതാണ് ഹീറ്റിംഗ് പാഡ് അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ബാഗ്. ഓക്കെ, അത് നമ്മളുടെ ലോവർ അബ്ഡോമിനലിലും ലോവർ ബാക്കിലും കുറച്ച് സമയം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസമായിരിക്കും. സോ അത് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ 3ാമത്തെ കാര്യം ഇസ് വാം ഷവർ. ശരിക്കും ഈ ഒരു ടൈമിൽ ഒരു വാം ഷവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി, നല്ലൊരു ആശ്വാസം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളുടെ പെൽവിക് മസിൽസ്, നമ്മുടെ ബാക്ക് മസിൽസ് ഒക്കെ നല്ല റിലാക്സ് ആയിട്ട് ആ ഒരു ഡേ ഒരു നല്ലൊരു ആശ്വാസവും നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ഷവേഴ്സും വേണമെങ്കിൽ എടുക്കാം. പിന്നെ ചെറിയ ചെറിയ സ്ട്രെച്ചസ് ചെയ്യുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നടക്കാം. ഒരു 5 minutes ചെറിയ സിമ്പിൾ പോസസ്, ഓക്കെ, ചൈൽഡ് പോസ്,
പിന്നെ നീ ടു ചെസ്റ്റ് അല്ലെങ്കിൽ ഹിപ്പ് സർക്കിൾസ്, ബട്ടർഫ്ലൈ പോസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലാക്സേഷൻ ആയിരിക്കും നമ്മളെ പെൽവിക് റീജിയനിലൊക്കെ ആയിട്ട്. സോ ട്രൈ ടു ഡു സം സ്ട്രെച്ചസ്. സെക്കൻഡ് ഡേ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെച്ചസ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ നിങ്ങളുടെ പെയിൻ ഭയങ്കര സിവിയർ ആണെങ്കിൽ മാത്രം പെയിൻ കില്ലേഴ്സ് എടുക്കുക. സോ ഞാൻ തന്നെ എനിക്ക് സിവിയർ പെയിൻ ഉണ്ടാകുമ്പോൾ ഞാൻ പാരസെറ്റമോളും മെഫ്താൽ സ്പാസും ഒക്കെ എടുക്കാറുള്ള ആളാണ്. പക്ഷെ ഈ ഒരു ടൈമില് ഇപ്പം ഞാൻ പെയിൻ കില്ലേഴ്സ് എടുത്തിട്ടില്ല, പണികളും ജോലികളും ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ വർക്ക് ലോഡ് ഞാൻ നല്ലോണം കുറച്ചു, ഞാൻ റെസ്റ്റ് എടുത്തു. നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത പെയിൻ കില്ലേഴ്സ് എടുക്കാം. ആൻഡ് ഓവറായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഫസ്റ്റ് തന്നെ മെഡിസിൻസ് ട്രൈ ചെയ്യാതെ ഞാൻ ഈ പറഞ്ഞ നാച്ചുറൽ മെത്തേഡ്സ് ആദ്യം ട്രൈ ചെയ്യാം. ഇതൊന്നും ചെയ്തിട്ടും പെയിൻ കുറയുന്നില്ല, ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് പെയിൻ ആണെങ്കിൽ മാത്രം മെഡിക്കേഷൻസിലോട്ടേക്ക് പോവാം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് വാട്ട് നോട്ട് ടു ഡു ഡ്യൂറിങ് യുവർ പീരീഡ്സ്. സോ പീരീഡ്സിന്റെ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഹെവി വർക്ക്ഔട്ട്സും ഹെവി കാർഡിയോ അല്ലെങ്കിൽ ലോങ് റണ്ണിങ് ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കിപ്പിംഗ് മീൽസ്. കാരണം നമുക്ക് ആ ഒരു ടൈമിൽ എന്തായാലും ഒരു ബ്ലോട്ടഡ് ഫീലിംഗ് ആയിരിക്കും. നമ്മൾ മീൽസും കൂടെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ടയേർഡ് ആവും, എക്സ്ട്രീം ആയിട്ടുള്ള വീക്ക്നെസ് അല്ലെങ്കിൽ ഡിസീനെസ്സിലോട്ടേക്ക് പോകാനാണ് സാധ്യത. സോ മീൽസ് സ്കിപ്പ് ചെയ്യാതെ ലൈറ്റ് ഫുഡൊക്കെ എന്തായാലും ഈ ഒരു ടൈമിൽ കഴിക്കുക. അതേപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള കോഫീസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാതിരിക്കുക. പിന്നെ പ്ലീസ് ഡോണ്ട് ഇഗ്നോർ റെസ്റ്റ്. നിങ്ങളെ ബോഡി റെസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് റെസ്റ്റ്. ആ ഒരു ഡേ ഓഫ് എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. പിന്നെ ഒരു കാര്യമാണ് മൂഡ് സ്വിംഗ്. ഈ ഒരു ടൈമില് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് മൂഡ് സ്വിങ്സ്, അല്ലെ? നമ്മളെ മെന്റൽ ഹെൽത്ത്. നമ്മൾ ചുമ്മാ ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ ചുമ്മാ കരയും, ഓവർ തിങ്കിങ്, കരയും, ചെറിയൊരു കാര്യത്തിന് കരയും, എനിക്ക് ദേഷ്യം ഉണ്ടാവും. അങ്ങനത്തെ ഒക്കെ ഒരു ഫേസ് ആണ് ആ ഒരു ടൈമില്. എനിക്ക് അങ്ങനെയാണ്. സോ മേ ബി നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. സോ ഈ ഒരു ടൈമില് ജസ്റ്റ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. സോ ജസ്റ്റ് ടോക്ക് ടു യുവർ സെൽഫ്. നിങ്ങൾ തന്നെ നിങ്ങളോട് സംസാരിക്കുക, ഒന്നുമില്ല, എവറിത്തിങ് ഈസ് ഓക്കെ, ജസ്റ്റ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. അതേപോലെ ഓവർ വർക്ക് ലോഡ് ഒന്നും കൊടുക്കാതെ ആ ഒരു ഡേ കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുക്കാം. നിങ്ങൾ റെസ്റ്റ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രൊഡക്റ്റീവ് അല്ല ഇന്നത്തെ ദിവസം എന്നും വിചാരിക്കാൻ പാടില്ല. ആക്ച്വലി നമ്മളെ ബോഡിക്ക് റെസ്റ്റ് വേണ്ട സമയത്ത് വി ഷുഡ് ടേക്ക് റെസ്റ്റ്. അല്ലാതെ ഞാൻ റെസ്റ്റ് എടുക്കില്ല, എനിക്ക് പ്രൊഡക്റ്റീവ് ആക്കണം എൻ്റെ ദിവസം എന്ന് വിചാരിച്ച് ചില പണികളൊന്നും ചെയ്യാതിരിക്കുക. കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുക്കുക, നിങ്ങളെ ബോഡിയെ മനസ്സിലാക്കുക. ബി കൈൻഡ് ടു യുവർ ബോഡി, ബി കാം ആൻഡ് take rest. The simple rule is ഈ ഒരു 5 days, okay, 4 to 5 days are for your self care, not for any self criticism. Okay, and some tips എന്ന് പറയുന്നത് സ്ലീപ്പ് ആണ് ഒന്നാമത്തത്. ജസ്റ്റ് സ്ലീപ്പ് ഫോർ 8 hours ത്രൂ ഔട്ട് ദ ഡേ. നിങ്ങൾക്ക് കിടക്കണം എന്നാണെങ്കിൽ ജസ്റ്റ് കിടക്കുക, റെസ്റ്റ് എടുക്കുക. പിന്നെ കിടക്കുമ്പോൾ നിങ്ങൾ ഏത് സൈഡിലാണോ കംഫർട്ടബിൾ ആ സൈഡിൽ തന്നെ കിടന്നിട്ട് നീസ് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ട് നമ്മളെ മുട്ടൊന്ന് മടക്കി വെച്ചിട്ട് കിടക്കുക. ലെഫ്റ്റ് സൈഡ് ആണോ റൈറ്റ് സൈഡ് ആണെങ്കിലോ നിങ്ങളെ നീസ് ഒന്ന് സ്ലൈറ്റ്ലി ബെൻഡ് ചെയ്തിട്ട് കിടക്കുമ്പോഴും കുറച്ചും കൂടെ ഒരു റിലീഫ് ആയിരിക്കും. വെൻ ടു ടേക്ക് പീരീഡ്സ് സീരിയസ്ലി. സോ നിങ്ങൾക്ക് ഇപ്പം ഹെവി ബ്ലീഡിംഗ് ആണ്. യൂഷ്വലി നിങ്ങൾ 4 to 5 hours ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പാഡ് അല്ലെങ്കിൽ ടാമ്പോൺസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ 1 to 2 hours നിങ്ങൾ പാഡ് ചേഞ്ച് ചെയ്യാണ് ബിക്കോസ് ഓഫ് ഹെവി ബ്ലീഡിംഗ്. അല്ലെങ്കിൽ ഈ ഒരു 7 days, മോർ ദാൻ 7 days നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുകയാണ്. ആൻഡ് സിവിയർ പെയിൻ, നിങ്ങൾക്ക് മെഡിക്കേഷൻസ് എടുത്തിട്ടും നിങ്ങൾ നാച്ചുറൽ മെത്തേഡ് ട്രൈ ചെയ്തു, മെഡിസിൻസും ട്രൈ ചെയ്തു, എന്നിട്ടും പീരീഡ് പെയിൻ മാറുന്നില്ല. ചില ആൾക്കാർക്ക് തല കറക്കം അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള വീക്ക്നെസ്, ഡിസിനെസ് ആൻഡ് ഇറഗുലർ ആയിട്ടുള്ള സൈക്കിൾ, ഇങ്ങനത്തെ ഒക്കെ സൈൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നെവർ ഇഗ്നോർ ദിസ് സൈൻ. യു ഷുഡ് ഗെറ്റ് എ കൺസൾട്ടേഷൻ വിത്ത് യുവർ ഗൈനക്കോളജിസ്റ്റ്. സോ ഇതാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. സോ ദിസ് ഇസ് ലൈക്ക് എന്റെ ഒരു റുട്ടീൻ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ നിങ്ങൾക്ക് അത് ഹെൽപ്പ് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ പാർട്ട് 2 ഐ വിൽ ടോക്ക് അബൌട്ട് ദ ഫുഡ് ടു ഈറ്റ്, ഫുഡ് ടു അവോയ്ഡ്, ഹൈജീനെ പറ്റി പറയും, ആൻഡ് ഇൻഫെക്ഷൻസിനെ പറ്റി, ഹൗ ടു അവോയ്ഡ് ഇൻഫെക്ഷൻസ്. സോ ഇതൊക്കെ സെക്കൻഡ് പാർട്ടിലായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഡോണ്ട് മിസ് ദാറ്റ് വീഡിയോ. സോ ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, പ്ലീസ് ഡു ലൈക്ക്, share and comment. So നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ just comment ചെയ്യുക. And please do subscribe. See you in the next video. Take care and stay healthy.